So hi everyone, this is our final year project, skill proof skill verification using a blockchain. Uh, so uh, this is the admin panel. In the admin panel is used to create a user. So this is an already created admin page. So here we can see that we have created at least four employees and an organizing endorser. So the project does that. The employees can update their profile. For example, this is a alternative platform for LinkedIn. So അതായത് ഇതിനകത്ത് യൂസറിൻ്റെ പ്രൊഫൈൽ ലിങ്ക്ഡിൻ പോലെ അപ്ഡേറ്റ് ചെയ്യാം. യൂസറിൻ്റെ പ്രൊഫൈലിലെല്ലാം സ്കിൽസ്, സർട്ടിഫിക്കേഷൻസ്, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ എഡ്യൂക്കേഷൻ. സോ ഇതിനകത്ത് മെയിൻലി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ ടെസ്റ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ so this is a test account. So I am updating a skill. I am just skill as a designer. You can see that it's a designer. Experience is 70%. So when we save it, there is a limit transaction fee. So with the transaction fee we have saved, but the skill is saved separate. But here we can see that not yet endorsed the skill. The skill is not endorsed for this employee. So to endorse this, we need have the employee address. So suppose that skill is occurred from an institution. So from the institution, this is an institution phase. So this is endorse skill. For endorse skill phase, we have pasted the user ID, employee ID, and the skill name is designer, and the level he has given is 70, and review is whatever. So when we give so here we can see that the skill is endorsed successfully for that specific employee. So when we go to that employee page, we can see that the skill is endorsed by the user, and that he has taken the skill from the institution. So ഈ പ്രൊജക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ബിടെക് ഡിഗ്രി സെൻറ് തോമസ് കോളേജിൽ നിന്നാണ് പാസ് ഔട്ട് ആയത് അറ്റ് ദ ഇയർ ഓഫ് 2025. ബട്ട് ഇതിനൊരു പ്രൂഫും നമ്മളിപ്പോൾ ലിങ്ക്ഡിൽ നമ്മൾ പ്രൊജക്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൂഫും കൊടുക്കാനില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു അപ്ഡേറ്റഡ് പ്രൊഫൈൽ കാണിക്കാം. ഈ അപ്ഡേറ്റഡ് പ്രൊഫൈലിൽ ഇതുപോലെ എൻഡോഴ്സ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുത്ത്, ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റഡ് പ്രൊഫൈൽ. സോ കണ്ടോ, ഇവിടെ എൻ്റെ എഡ്യൂക്കേഷൻ, ഞാൻ എൻ്റെ ബിടെക് ഡിഗ്രി സെൻറ് തോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തത്. ഇത് സെൻറ് തോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെറ്റാമാസ്ക് ഐ ഡി ആണ്, വാലറ്റ് ഐ ഡി ആണ്. സോ ഇതെല്ലാം അതായത് ആ മെറ്റാമാസ്ക് വാലറ്റ് ഐ ഡി വെച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു മെസ്സേജ് പോകും. ഈ സ്റ്റുഡൻറ്റ് പറയുന്നത്, സ്റ്റുഡൻറ്റ് നിങ്ങളുടെ കോളേജിൽ നിന്നാണ് ബിടെക് ഡിഗ്രി ചെയ്തെടുത്തത്, എന്ത് പ്രൂഫാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അവരപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ യെസ്, ഞാൻ 2021 കാലഘട്ടത്തിൽ അവിടെയാണ് പഠിച്ചത്, അപ്പോൾ അവർക്ക് ആ സ്കില്ല് എൻഡോഴ്സ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, STST. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും STSTയുടെ വാലിഡ് കീ ആണ്. നമുക്കതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ടെസ്റ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ടോട്ടൽ നമുക്ക് 10 അക്കൗണ്ട്സേ പറ്റത്തുള്ളൂ. ഓൾറെഡി ഇവിടെ 8 അക്കൗണ്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഇനി 2 അക്കൗണ്ട്സ് മാത്രമേ പറ്റൂ. സോ അക്കൗണ്ട്സ് ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇൻ കേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വരുമ്പോൾ എക്സ്റ്റേണൽ കാണിക്കണം. സോ അതുപോലെ ഇവിടെ ഞാൻ എൻ്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം എൻഡോഴ്സ് ചെയ്ത് മേടിച്ചു. സോ നമുക്ക് പുറത്തുനിന്നൊരു യൂസർ വരുമ്പോൾ, ഇപ്പോൾ അയാൾ ഈ പ്രൊഫൈൽ കാണുമ്പോൾ അയാൾക്ക് കാണാൻ പറ്റും, ഓക്കെ ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന്
എല്ലാം എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ബേസിക്കലി ഇതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ്. ഇതാണ് മെറ്റാമാസ്ക് വാലറ്റ്. ഈ മെറ്റാമാസ്ക് വാലറ്റിനകത്താണ് എല്ലാ ട്രാൻസാക്ഷൻ ഫീസും ട്രാൻസാക്ഷനും എല്ലാം നടക്കുന്നത്. സോ ബ്ലോക്ക് ചെയിൻ നടക്കുമ്പോൾ ബ്ലോക്ക് ചെയിനകത്ത് ഏറ്റവും സെക്യൂർ ആയിട്ടാണ് ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഒരു വട്ടം ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്.